ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലി ആശംസകൾ. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ്. ദീപാവലിയുടെയും നവരാത്രിയുടെയും ഭാഗമായി ബഹറിലെ സൽമാബാദിലുള്ള ഗൾഫ് ഫെയർ കൺവെൻഷൻ സെൻറ്ററിൽ മനോഹരമായ ദീപാവലി ഉത്സവ് എന്നൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾപ്പെട്ട മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദീപാവലി ആശംസകൾ. ദീപാവലി ഉത്സവ് എന്ന മനോഹരമായ ഈ ഒരു പ്രോഗ്രാം നടന്നത് ബഹറിലെ സൽമാബാദിലുള്ള ഗൾഫ് ഫെയർ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ബഹറിലുള്ള ഒരുപാട് കലാകാരന്മാർ നടത്തിയ മനോഹരമായ ഫോക്സ് ഡാൻസുകളും അതുപോലെ തന്നെ ഡിവോഷണൽ ഡാൻസുകളും ട്രഡീഷണൽ ഡാൻസുകളും ട്രൈബൽ ഡാൻസുകളൊക്കെ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നവരാത്രിയും അതുപോലെ തന്നെ ദീപാവലിയുടെയും ഭാഗമായിട്ട് നടത്തിയ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു. വൻ ജനാവലിയായിരുന്നു ഈ ഒരു പ്രോഗ്രാം കാണാൻ എത്തിച്ചേർന്നിരുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഗുജറാത്ത് സംസ്ഥാനത്തിനെ ബേസ് ചെയ്ത് നടത്തിയ മനോഹരമായ ഒരു ഡിവോഷണൽ ഡാൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ ഡാൻസിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില പാട്ടുകളൊന്നും നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ സാധിക്കില്ല, കോപ്പി റൈറ്റിംഗ് ഉള്ളത് കൊണ്ട്. ബാക്ക്ഗ്രൗണ്ട് വേറെ വോയിസ് ഓവറും പാട്ടുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ദീപാവലി ഉത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. By the team Gujarat performing Garba. Now it's time to award the participants with certificates. May I please request the state coordinator, G. Shah, to step forward to receive the certificate. May I request Sri Shashi P.K. to please hand out the certificates to team Gujarat. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം ഞാൻ ഷൂട്ട് ചെയ്തത് ദീപാവലിയൊക്കെ നടക്കുന്നതിന് മുൻപാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് വൈറൽ ഫീവറും പനിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അതൊന്ന് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ പറ്റിയില്ല. ഇപ്പം പനിയൊക്കെ കുറഞ്ഞ് ഇപ്പോഴും തൊണ്ടയൊന്നും ക്ലിയർ ആയിട്ടില്ല, സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുത്തത്. ഇപ്പം നമ്മൾ കണ്ടു തീർന്നിരിക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിനെ ആസ്പദമാക്കി നടത്തിയ ഒരു മനോഹരമായ ഒരു നൃത്തസന്ധ്യയാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇവിടുത്തെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ മനോഹരമായ ഒരു ഡിവോഷണൽ സോങ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കർണാടക സംസ്ഥാനത്തിനെ ആസ്പദമാക്കി നടത്തിയ ഒരു ഡിവോഷണൽ സോങ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ മനോഹരമായ പാട്ടുകളാണ്. പക്ഷേ ആ പാട്ടുകളൊന്നും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, കോപ്പി റൈറ്റിംഗ് വരും. അതുകൊണ്ട് കോപ്പി റൈറ്റിംഗ് സ്ട്രൈക്ക് വരുന്നത് കൊണ്ട് ഞാനതൊക്കെ മാറ്റിക്കൊണ്ട് വോയിസ് ഓവറാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ യൂട്യൂബിൽ അംഗീകരിച്ചിട്ടുള്ള ആ സോങ്സുകളും അതുപോലെ തന്നെ ആ മ്യൂസിക്കുകളും മാത്രമേ ഞാൻ ഇതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾറെഡി എനിക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇനി അതിൽ കൂടുതൽ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടക സംസ്ഥാനത്തിനെ ആസ്പദമാക്കി ഇവിടുത്തെ കലാകാരന്മാർ അണിച്ചൊരുക്കിയ മനോഹരമായ ഒരു ഡിവോഷണൽ ഡാൻസാണ്.
ഈ ഒരു പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്ക് സൈഡിൽ ഭയങ്കര ഒരു ഒച്ചപ്പാട് കേട്ടത്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഘോഷയാത്രയാണ്. ആ ഒരു ഘോഷയാത്രയിൽ കഥക്കും കഥകളിയും തിരുവാതിരയും ഭരതനാട്യവും കുച്ചിപ്പുടിയും എല്ലാ തരത്തിലുള്ള ആർട്സുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നേരെ വന്ന് കയറിയത് സ്റ്റേജിലേക്കാണ്. സ്റ്റേജിൽ വന്നതിന് ശേഷം വഞ്ചിപ്പാട്ടും അതുപോലെ തന്നെ ഓണപ്പാട്ടൊക്കെ കൊണ്ട് സ്റ്റേജും അതുപോലെ തന്നെ സദസ്സിനെയൊക്കെ അവർ കയ്യിലെടുത്ത് മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഈ ഒരു ദീപാവലി ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വഞ്ചിപ്പാട്ടും ഘോഷയാത്രയും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ എത്തിച്ചേർന്നത് ഈ ഒഡീസ സംസ്ഥാനത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ട്രൈബൽ ഡാൻസുകളായിരുന്നു. മനോഹരമായ ഒരു ഡാൻസ് തന്നെയായിരുന്നു. അതിനുശേഷം അരുണാചൽ പ്രദേശത്തിനെയും ആസാമിനെയും വെസ്റ്റ് ബംഗാളിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മനോഹരമായ ഡിവോഷണൽ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഇപ്പം തന്നെ സമയം ഏകദേശം 10 മണിയോളമായി. ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഡിവോഷണൽ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ഡാൻഡിയ നൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാണാനുള്ള ഒരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം പകുതി വഴിക്ക് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്രോഗ്രാം കാണുവാൻ വേണ്ടിയിട്ട് ഗൾഫ് ഫെയർ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേർന്നത്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നവരാത്രിയും അതുപോലെ തന്നെ ദീപാവലിയും ആസ്പദമാക്കി ഈ രണ്ടും കൂടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ 2 പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ 2 ഫംഗ്ഷനുകൾ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഗൾഫ് ഫെയർ കൺവെൻഷൻ സെൻറ്ററിൽ നടന്നത്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.